ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ കുര്യാക്കോസ് ഏലിയ ചാവറയും ജപമാലയും തമ്മിലുള്ള ബന്ധം. ചെറുപ്പം മുതലേ ചാവറയച്ചൻ ഒരുപാട് നേരം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു വിളക്ക് പരിശുദ്ധ അമ്മയുടെ രൂപത്തിന് മുമ്പിൽ കൊളുത്തി വെച്ചിട്ട് അവിടെ ഇരുന്ന് ജപമാല ചൊല്ലുമായിരുന്നു. കാരണം വിശുദ്ധ ചാവറപിതാവിന് ഒരു ഉറപ്പുണ്ടായിരുന്നു, ജപമാലയിലൂടെ ഈശോയുടെ അടുക്കൽ ചെല്ലാനായിട്ട് സാധിക്കുമെന്ന്. ആ വിശ്വാസത്തോടെയാണ് അദ്ദേഹം ജീവിച്ചതും മുന്നോട്ട് പോയതും. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം പല ആശ്രമങ്ങളും എല്ലാം സ്ഥാപിച്ചു. അതിനുശേഷം അവിടെയുള്ള സഹോദരന്മാരോടും വിശുദ്ധ ചാവറപിതാവ് പറഞ്ഞത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഒരു ദിവസം തുടങ്ങേണ്ടതും അവസാനിക്കേണ്ടതും അതെപ്പോഴും ജപമാലയിൽ ആയിരിക്കണമെന്നാണ്. അതിനുശേഷം കുടുംബങ്ങളോട് പറഞ്ഞതും ഇത് തന്നെയായിരുന്നു. കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ആ കുടുംബം ഒരുമിച്ച് നിലനിൽക്കും എന്നാണ് പറഞ്ഞത്. അതിനാൽ അദ്ദേഹം കുടുംബങ്ങളിൽ ജപമാല ചൊല്ലാനായിട്ട് സന്ധ്യയാകുമ്പോൾ ജപമാല ഒരുമിച്ചിരുന്ന് ചൊല്ലുവാനായിട്ട് പ്രോത്സാഹിപ്പിച്ചിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാ ദിവസവും സന്ധ്യയായി കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഒന്നിച്ചേർന്ന് ജപമാല ചൊല്ലുക, തീർച്ചയായിട്ടും അതിന് അനുഗ്രഹം ഉണ്ടാവും. നമ്മൾ ജപമാലയിലൂടെ ഈശോയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. ദൈവം അനുഗ്രഹിക്കട്ടെ.